ഹലോ ഗൈസ്, എൻ്റെ പേര് അരുൺ ഫ്രം അഡ്വാൻസ്ഡ് ക്വാളിറ്റി സെൻറ്റർ. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന മെത്തേഡ് വന്നിട്ട് MPA, അതായത് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ്. ഇത് NDTയുടെ ഒരു മെത്തേഡാണ്. അതിനാവശ്യമുള്ളത് യോക്ക്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന യോക്ക് മെത്തേഡാണ്. അതിനാവശ്യമുള്ള യോക്ക് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ASTM ടെസ്റ്റ് ബാർ. ഇതിൽ വന്നിട്ട് ഡിഫറെൻ്റുള്ള 6 ഹോൾസ് ഉണ്ടാവും. ആ 6 ഹോൾസും AC-ക്ക് എത്ര ഹോൾസ് വരുന്നു, സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ, DC-ക്ക് എത്ര കാണാൻ പറ്റുന്നുള്ളത് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതിൽ 1, 2, 3, 4, 5, 6 6 ഹോൾസ്. അതിനുശേഷം നമ്മൾ അതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് വൈറ്റ് കോൺട്രാസ്റ്റ്. MR72 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രൈ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അയൺ പൗഡേഴ്സ് ആണ്. യോക്ക് മെത്തേഡിൽ വന്നിട്ട് 2 മെത്തേഡ് ഉണ്ട്, അതായത് AC, DC. ഇപ്പോൾ മിഡിലിരിക്കുന്നത് ന്യൂട്രൽ ആണ്. ലെഫ്റ്റ് സൈഡ് DC, മിഡിൽ ന്യൂട്രൽ, റൈറ്റ് സൈഡ് AC. ഇതിൽ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. ആ നോബ് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആംബിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് പ്രോസസ് പറഞ്ഞാൽ നമുക്ക് ASTM ബ്ലോക്ക് ചെക്ക് ചെയ്യലാണ്. ഇപ്പോൾ ASTM ബ്ലോക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം വൈറ്റ് കോൺട്രാസ്റ്റ് അപ്ലൈ ചെയ്യണം. നമ്മൾ MR72 വൈറ്റ് കോൺട്രാസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് വിഷ്വലായിട്ട് ഇതുമേ ഡ്രൈ പാർട്ടികൾ ഇട്ടാൽ കാണാൻ കഴിയില്ല. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിയിലും ഡിഫക്റ്റിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് കോൺട്രാസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ നമുക്ക് എന്നാൽ വൈറ്റ് കോൺട്രാസ്റ്റ് യൂസ് ചെയ്യാം. ആദ്യം ഒരു വൈറ്റ് കോൺട്രാസ്റ്റ് നന്നായി ചെക്ക് ചെയ്യാം. നന്നായി എല്ലാ സ്ഥലത്തും കവർ ചെയ്ത് അടിക്കണം കേട്ടോ. കുറച്ചേരം നമുക്ക് ഡ്രൈ ആകുമ്പോൾ കുറച്ചേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വൈറ്റ് കോൺട്രാസ്റ്റ് അടിച്ച ബ്ലോക്ക് കണ്ടോ, പെർഫെക്ഷനിൽ എല്ലാ സൈഡും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി യോക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് DC AC. നമുക്ക് AC മോഡിൽ ഇടണം. ഈ ബ്ലോക്കും AC മോഡിൽ 3 ലൈനാണ് വിസിബിളായി കാണാം. ഓക്കെ, അപ്പം നമുക്ക് കറക്റ്റായിട്ട് കാണാം. AC സെക്ഷനിൽ 3 ലൈനായിട്ട് കാണാം. കണ്ട, ഈ 3 ലൈനിൽ AC മെത്തേഡിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള 3 ലൈന് നമുക്ക് DC-യിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ AC മോഡിലാണ് ചെയ്തിരുന്നത്. ഇനി DC മോഡിൽ ചെയ്യാം. ഓൾറെഡി DC-ക്ക് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. വെക്കുക. ഓൾറെഡി 3 ലൈനാണ് വന്നിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിലുള്ള 3 ലൈനാണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ DC മെത്തേഡിൽ ലാസ്റ്റത്തെ 3 ലൈനും കൂടി വിസിബിളായി കാണുന്നുണ്ട്. കറക്റ്റായിട്ട് കാണാം. 1, 2, 3, 4, 5, 6 ലൈനും 6 ഹോളിൻ്റെ വിസിബിളായി കാണാനുണ്ട് കേട്ടോ. യോക്ക് എടുക്കുക. അപ്പോൾ ഇനി MPAയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് പറഞ്ഞാൽ വെയിറ്റ് ലിഫ്റ്റ് മെത്തേഡാണ്. ഇതിപ്പോൾ എന്തിനാണ് MPAയിൽ ചെയ്യുന്നത് ചോദിച്ചാൽ AC and DC ചെയ്യുമ്പോൾ മാക്സിമം എത്ര വെയിറ്റ് കപ്പാസിറ്റി കിട്ടുന്നു ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ AC-ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി പറഞ്ഞാൽ 4.5 ആണ്. ഇത് DC-ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. ഇതിന് 80.1 കിലോഗ്രാം ഉണ്ട്. നമ്മൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. യോക്ക് എടുത്ത് ഓൺ ചെയ്യാം. ഇതിൽ നമ്മൾ ആദ്യം AC ആണ് ചെയ്യുന്നത്. AC മോഡിലാക്കുക. എനിക്ക് കറക്റ്റാക്കി വെക്കുക. നോക്കുക. ഓക്കെ, AC കറക്റ്റ്. അപ്പോൾ ഓക്കെ, AC ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് DC ആണ്.
ഇപ്പോൾ മൂഡ് ഡി സിക്ക് ചേഞ്ച് ചെയ്യണം. ഇതിൽ ഫുൾ ആംബിയറിലാക്കണം. ഓക്കെ, കറക്റ്റ് പൊസിഷനിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് സ്ലിപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, എ സിയിലിട്ട് കിട്ടും. ഓക്കെ, ഇത് കണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് കാലിബ്രേഷനാണ്. അതായത് ഒരു MK മെത്തേഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ യോക്ക് മെഷീൻ ഉണ്ടല്ലോ, യോക്ക് മെഷീൻ കാലിബ്രേഷൻ ചെയ്യുന്നത് ഒരു ഗേജ് വെച്ചിട്ടാണ്. ഇതാണ് പൈ ഗേജ്. ഏതൊരു ഫസ്റ്റ് ഒരു MK മെത്തേഡ് ചെക്ക് ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് കാലിബ്രേഷൻ. ഈ കാലിബ്രേഷൻ ചെയ്യുന്നത് പൈ ഗേജ് വെച്ചിട്ടാണ്. പൈ ഗേജ്, ഇതാണ് പൈ ഗേജ്. നോർമലി നിങ്ങൾക്കൊരു 8 ലൈൻസ് കാണാൻ സാധിക്കും. ലൈറ്റ് അങ്ങോട്ട് കാണിച്ചാ 8 ലൈൻസ് കാണാൻ സാധിക്കും. ഇതാണ് പൈ ഗേജ്. ഇത് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു മെറ്റൽ ബ്ലോക്കുമ്പോൾ വെക്കുക. കറക്റ്റ് ടച്ചായിട്ട് വെക്കണം, പ്രോപ്പറായി ടച്ചായി വെക്കണം കേട്ടോ, എനിക്ക് തരില്ല. യോക്ക് എടുത്തിട്ട് AC DC AC നമ്മൾ AC ചെയ്യണത്. പ്രോപ്പറി AC ചെയ്ത് ഓൺ ചെയ്യുക. നെയിം പാർട്ടിക്കിൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ലൈന് വിസിബിളായി കാണുന്നുണ്ട്. 6 ലൈൻ ഓൾറെഡി അവിടെ വിസിബിളായി കാണുന്നുണ്ട് കേട്ടോ. ക്യാമറ പ്രോപ്പറായിട്ട് 6 ലൈൻ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിന്ന് 6 ലൈന് 2 ലൈനാണ് കാണുന്നുണ്ട്. ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ആക്കി വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് 8 ലൈൻ കറക്റ്റ് കാണാം. ഇത് ഓരോ ലൈനും കറക്റ്റായി സൂചിപ്പിക്കണത് എന്താണെന്ന് വെച്ചാൽ ഡയറക്ഷനാണ്. നമ്മൾ എപ്പോഴും യോക്ക് വെക്കുമ്പോൾ 3 ഡയറക്ഷനിൽ എപ്പോഴും വെച്ച് പഠിക്കണം. അതാണ് കറക്റ്റ് ഇതിൽ കാണുന്നത്. ഓക്കെ, ഇതാണ് പൈ ഗേജ് മെത്തേഡ് കാലിബ്രേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഡീമാഗ്നറ്റൈസേഷൻ ചെക്കിംഗ് ആണ്. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യോക്ക് വെച്ചൊരു മെറ്റൽ പീസിൽ മാഗ്നറ്റൈസേഷൻ കൊടുത്താൽ അതിൻ്റെ അളവ് നമുക്ക് എത്രത്തോളം കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് പിന്നെ ഡീമാഗ്നറ്റൈസേഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗേജാണ് ഗാസോമീറ്റർ. ഇതാണ് ഗേജ് ഗാസോമീറ്റർ. ഇതിന് കറക്റ്റ് ലെവൽ കൊടുത്തിട്ടുണ്ട്. 0, 10, 20 ലെഫ്റ്റ് ആൻഡ് റൈറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് ചോദിച്ചാൽ ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളെ യോക്ക് മെഷീൻ നമ്മളടുത്ത് വെക്കാൻ പാടില്ല. അതുകൊണ്ട് അത് മാറ്റി വെക്കണം. ഓക്കെ, അപ്പോൾ നാം ഓൾറെഡി ഇതിൽ മാഗ്നറ്റൈസേഷൻ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സൈസ് ഒന്ന് വെച്ച് നോക്കാം. കറക്റ്റ് സൂചി റേഞ്ചിലേക്ക് പോണതാണ്. ക്യാമറ കണ്ട ഗൈസ്, ഓൾറെഡി 10 ഇവിടെ മാഗ്നറ്റൈസേഷൻ 10 ലെവലിൽ പോകുന്നുണ്ട്. സെൻട്രൽ കുഴപ്പമില്ല, 0 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പോകുമ്പോൾ ഓൾറെഡി 10 പോകുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ ഡീമാഗ്നറ്റൈസേഷൻ ചെയ്യാന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, നമുക്കെന്നാൽ ഡീമാഗ്നറ്റൈസേഷൻ ചെയ്യാം. ഗാസോമീറ്റർ ഓൾറെഡി 10 ലെവലിൽ നമുക്ക് കണ്ടിരുന്നതാണ്. ഓക്കെ, AC ഇടുക. ഓക്കെ, നമ്മൾ ഡീമാഗ്നറ്റൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഗാസോമീറ്റർ ഇതൊന്ന് ചെക്ക് ചെയ്യാം. യോക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യണോ? യോക്ക് ചേഞ്ച് ചെയ്താൽ എപ്പോഴും നമുക്ക് ഗാസോമീറ്റർ ചെക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നേരത്തെ 10 ഉണ്ടായിരുന്നു. കറക്റ്റ് നോക്ക്, ഡീമാഗ്നറ്റൈസേഷൻ ആയിട്ടുണ്ട്. മാഗ്നറ്റൈസേഷൻ ഓക്കെ, ഇതാണ് ഡീമാഗ്നറ്റൈസേഷൻ മെത്തേഡ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ അടുത്തതായി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റാണ്.
ഈ പ്രൊഡക്റ്റ് നമുക്ക് MPI ചെക്ക് ചെയ്യണം. കാരണം ഇതിലൊരു ക്രാക്ക് ഉണ്ട്, ഇതിലൊരു ക്രാക്ക് ഉണ്ട്. ക്രാക്ക് നമുക്ക് വിഷ്വലായിട്ട് കാണാൻ പറ്റാത്തതാണ്. നമ്മൾ MPI ചെക്ക് ചെയ്തിട്ടാണ് ഈ ക്രാക്ക് കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, യോക്ക് മെഷീൻ എടുത്തിട്ടുണ്ട്, AC ഇടണം. AC ഇട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ. എടുത്തോ. ഓക്കെ, ഇത് ഉരുട്ടണ്ട, ഇതെന്താണ്? ഓക്കെ, നമ്മളെ ക്രാക്ക് വിസിബിളായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ഈ ക്രാക്കാണ് നമുക്ക് കാണാനുള്ളത് കേട്ടോ. ലൈൻ പോലെ ലീനിയർ ക്രാക്കാണ്.